നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന ദിലീപ് ചിത്രത്തിന്റെ 2 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. 2 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനിലെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ മാത്രമാണ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2-ാം ദിവസത്തെ കളക്ഷൻ നമ്മൾ സ്ഥിരമായിട്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന പല ഏരിയയിൽ നിന്നും കളക്ട് ചെയ്ത വിവരങ്ങളാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് 144 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ 144 തിയേറ്ററുകളിൽ നിന്നായി ചിത്രം 75.76% ഒക്യുപ്പൻസിയോട് കൂടി ആദ്യ ദിവസം കളക്ഷൻ നേടിയിരിക്കുന്നത് 86 ലക്ഷം രൂപയാണ്. ഇത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമാണ്. 2-ാം ദിവസത്തെ കളക്ഷനും കൂടി കൂട്ടി മൊത്തത്തിൽ വന്നിരിക്കുന്നത് 1,60 ലക്ഷം രൂപ എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ആദ്യത്തെ ദിവസത്തെ പറ്റി നമ്മൾ പറയാം. 86 ലക്ഷം രൂപ നമ്മൾ ആദ്യ ദിവസം കളക്ഷൻ നേടി എന്ന് പറയുമ്പോൾ ചിത്രം 75.76 ഏകദേശം 76% ഒക്യുപ്പൻസിയാണ് ചിത്രത്തിന് നേടാൻ സാധിച്ചത്. 76% ഒക്യുപ്പൻസി നേടിയിരിക്കുന്നത് ഒരു വ്യാഴാഴ്ചയാണ് എന്നൊരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചിത്രം ഒരു നല്ല അഭിപ്രായം നേടിയിരിക്കുന്നു. എല്ലാ മേഖലയിൽ നിന്നുമുള്ള റിവ്യൂസ് എല്ലാം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് ചിത്രത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും ചിത്രത്തിന്റെ കളക്ഷൻ കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിലനിൽക്കുന്നില്ല. കാരണം പടം ഹിറ്റാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനും ആ ചിത്രത്തെ പറ്റി ഞാൻ ചിത്രം കണ്ടതാണ്, ഞാൻ എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിത്രം കണ്ടത് ഞാൻ 2-ാം ദിവസമാണ്. എനിക്ക് ഒരു എൻ്റെതായ ഒരു മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് 2-ാം ദിവസമാണ്, ആദ്യ ദിവസം ലാസ്റ്റ് ഷോയാണ് എനിക്ക് പടം കാണാൻ സാധിച്ചത്. ക്ഷമിക്കുക. അപ്പോൾ ആ ചിത്രത്തിന്റെ റിവ്യൂ ഞാനിട്ടപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു, ചിത്രം നല്ലൊരു സിനിമയാണ്, അത് ഹിറ്റാവും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ഞാൻ കണ്ട സെക്കൻഡ് ഷോ ചിത്രം ഹൗസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഓടിയിരുന്നത്. ഈ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ചിത്രം നല്ല രീതിയിൽ തന്നെ പുരോഗതി ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും നിലനിൽക്കുന്നില്ല. ചിത്രം ഹിറ്റിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചിത്രം എറണാകുളത്ത് നിന്ന് ആദ്യത്തെ 2 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് 7,63,000 രൂപയാണ്. എറണാകുളം സിറ്റിക്കകത്തെ മൾട്ടിപ്ലക്സുകളിൽ നിന്ന് മാത്രമായിട്ട് നേടിയിരിക്കുന്നത് 2 ദിവസം കൊണ്ട് 7,63,000 രൂപ എന്ന് പറയുന്നത് നല്ലൊരു ഉയർന്ന സംഖ്യയായിട്ട് തന്നെ കണക്കുകൂട്ടേണ്ടതായിട്ട് വരും. കോട്ടയത്ത് നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് 3,68,000 രൂപയാണ്. കോട്ടയത്ത് നിന്ന് നേടിയിരിക്കുന്നത് ചിത്രം തിരുവനന്തപുരത്ത് അല്പം കുറവാണ്. ഏകദേശം 68% ഒക്യുപ്പൻസിയോട് കൂടി ചിത്രം നേടിയിരിക്കുന്ന 6.5 ലക്ഷം രൂപയാണ് തിരുവനന്തപുരത്ത് നിന്ന് നേടിയിരിക്കുന്നത്. ഒക്യുപ്പൻസി അവിടെ കുറവാണ്. ബാംഗ്ലൂരിൽ നിന്ന് 2 ദിവസം കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത് 3,22,000 രൂപയാണ്. ബാംഗ്ലൂർ നല്ല രീതിയിൽ തന്നെ കളക്ഷൻ പോകുന്നു. എന്തായാലും 2 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ കളക്ഷൻ വന്നിരിക്കുന്നത് 1,60 ലക്ഷം രൂപ എന്നാണ്. ബോക്സ് ഓഫീസ് കളക്ഷനാണ്. എന്തായാലും ചിത്രം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു കളക്ഷനിലേക്ക് ചിത്രം എത്തുമെന്നും വിശ്വസിക്കുന്നു. ചിത്രത്തിന് എല്ലാ രീതിയിൽ നിന്നും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ യഥാർത്ഥ ഓഡിയൻസായ ഫാമിലി ഓഡിയൻസ് ചിത്രം കാണാൻ കയറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഓൾറെഡി തന്നെ. ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഉയർന്നു തന്നെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 3-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെയും ഞായറാഴ്ചയാണ്. 2 ദിവസവും അവധി ദിവസങ്ങളാണ്. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഈ ചുറ്റുവട്ടത്തിലുള്ള, അതായത് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകളിലെല്ലാം ഞാൻ അതിൻ്റെ ടിക്കറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം ഹൗസ്ഫുൾ ആയിട്ടാണ് സെക്കൻഡ് ഷോസിൻ്റെ ടിക്കറ്റ് പോയിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടത്. എന്തായാലും ആ സിനിമ ഒരു നല്ലൊരു ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ കളക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നന്ദി, നമസ്കാരം.